കടുത്തതോടെ കലാപം നടന്ന മുസഫർ നഗറിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മരണസംഖ്യ ഉയരുന്നു. രോഗം ബാധിച്ച് ഇതിനകം 40 കുട്ടികൾ മരിച്ചു. നിരവധി പേർ മൃതപ്രായരായി കിടക്കുന്നു. 40 കുട്ടികൾ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ അതിലും കൂടുമെന്നാണ് ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിലെ പല കുടിലുകളിലും എത്തുമ്പോൾ മരിച്ച കുട്ടികളെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും ഓർത്ത് വിലപിക്കുന്നവരെയാണ് കണ്ടത്. കൊടും തണുപ്പിൽ കമ്പിളിപ്പുതപ്പോ വസ്ത്രങ്ങളോ ഇല്ലാതെ നരകിക്കുകയാണ് ഭൂരിഭാഗം പേരും. തണുപ്പിൽ പലരും രോഗികളായി. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പണമില്ല. ചികിത്സാ സഹായം എത്തിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല. हम बहुत परेशान हैं जी, खाने में भी तंगी हो रही, सोने में भी तंगी हो रही। अब आने बच्चे हमारा कैसे कब तक चलेगा? ऐसे चौथा महीना लगा हमारे बाहर निकलो. കലാപബാധിതരെ പുനരധിവസിപ്പിക്കാനായി കൊണ്ടുവന്ന 90 കോടി രൂപയുടെ വിവാദ പാക്കേജ് പിൻവലിച്ച ഉത്തർപ്രദേശ് സർക്കാർ പുതിയ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഓരോ ദിവസവും മരണവാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി എത്ര കുട്ടികൾ കൂടി മരിക്കണം അധികൃതരുടെ കണ്ണു തുറക്കാൻ? ഉത്തർപ്രദേശിലെ ലോയിയിലുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ക്യാമറമാൻ രാകേഷ് തിരുമലയ്ക്കൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ്.